ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേരക്കുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എല്ലാ പേരക്കുട്ടികൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. അതിന് വേണ്ടി തന്നെ വീട്ടിൽ തയ്യാറാക്കിയ അരിപ്പൊടിയാണ്. പച്ചരി ഒന്നിച്ച് കഴുകി വാരിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് വറുത്ത് കൊണ്ടുവന്ന പൊടിയാണ്. ഇത് 1 മാസം 2 മാസം വരെ നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ കേടാവാതെ നമുക്ക് ഉപയോഗിക്കാം. ശുദ്ധമായിട്ടുള്ള അരിപ്പൊടിയാണ്. പാക്കേജിലുള്ള അരിപ്പൊടിയെക്കാട്ടിലൊക്കെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ. അതിന് വേണ്ടി 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഉപ്പ്, പഞ്ചസാര എന്നിവ ഇട്ടു. സ്വല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയിടാം. ഞാൻ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ആകർഷണീയ വസ്തുവാണിത്. ഉണ്ടല്ലേ, ഇത് നാച്ചുറൽ കളറാണ്. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. തരിയില്ലാതെ നമ്മളിതെല്ലാം കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് 2 രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന്, വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് പൊടിയിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഞാനിപ്പം വെള്ളത്തിനകത്ത് പൊടിയിട്ടിട്ട് കുറുക്കിയെടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എപ്പോഴും നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരു ശകലം നെയ്യ് ഒഴിക്കുമ്പോൾ അടിക്ക് പിടിക്കാതെ ആ മാവിന് നല്ലൊരു മയം കിട്ടും. നമുക്കിത് കുറുക്കിയെടുക്കാം. ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. തോരന് അരിഞ്ഞെടുത്തപ്പോൾ അത് പിഴിഞ്ഞെടുത്തതാണ്. ബീറ്റ്റൂട്ട് എടുക്കുവാണെങ്കിൽ അത് വേവിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, തരിയില്ലാതെ. മാവെല്ലാം നല്ലപോലെ കുറുകി. ഈ സമയത്ത് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിയെടുക്കണം. അടിക്ക് പിടിക്കുന്ന ഈ സമയത്താണ്. കുറുകുന്നതിനനുസരിച്ച് മാവ് വേവിയും വേണം. മാവെല്ലാം നല്ലപോലെ കുറുകിയിട്ടുണ്ട്, കണ്ടില്ലേ? എൻ്റെ നിറം തന്നെ അങ്ങ് ചുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട്. എടുക്കുന്ന പൊടിയുടെ ഇരട്ടി വെള്ളമാണ് കഴിക്കാൻ വേണ്ടുന്നത്. അപ്പോൾ നല്ല പരുവത്തിന് ഇതുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പീച്ചെടുക്കാം. ഇഡലി തട്ടിനാണ്ട് നമ്മൾ എണ്ണമയം തൂത്തതിന് ശേഷം തേങ്ങ വിതറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പീച്ച് ഒഴിക്കാം. 7 നാഴി മാവ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഫില്ല് ചെയ്യിക്കും. ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എത്ര കഴിക്കാത്ത കുട്ടികളായാലും കഴിക്കും. ഇതിൻ്റെ പീച്ച് വന്നപ്പോൾ നല്ല കളർ. ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അങ്ങനെ എടുക്കാൻ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തട്ടിറക്കി വെക്കാം. നമുക്ക് 2 മിനിറ്റ് വെന്താൽ മതി. മാവ് ഓൾറെഡി വെന്തതായതുകൊണ്ട് അധികം നേരം വെച്ചേക്കണ്ട. നമ്മുടെ ബീറ്റ്റൂട്ട് ഇടിയപ്പം എല്ലാം റെഡിയായിട്ട് പിന്നെ ഇത് വാങ്ങാവുന്നതാണ്. നമ്മുടെ പേരക്കുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. സ്കൂളിൽ കൊണ്ടുപോകാനായാലും നല്ലതാണ്. ഒരു സ്വാദോടെ കഴിക്കുകയും ചെയ്യും. ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള ഇടിയപ്പമല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.